വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭാവിച്ചത്. ഉടനെ പാർട്ടി ക്ലാസ്സിലിരിക്കുന്ന ഉത്തമൻ എണീറ്റ് മനസ്സിലായില്ല. അതായത് അപ്പോൾ കുമാരപിള്ളയുടെ മറുപടിയാണ്, അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നു നമ്മളെ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിനിമാളിൻ്റെ ഈ ലക്കത്തിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മലയാള സിനിമയിൽ കഴിഞ്ഞ 40-50 വർഷമായി നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ് ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തന്നെ തൻ്റെ പ്രതിഭ നിരവധി സിനിമകളിലൂടെ തെളിയിച്ച ശ്രീനിവാസന് ആദരാഞ്ജലികൾ. പാനൂരിൽ, കണ്ണൂരിലെ പാനൂരിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗ്രാമീണനായ ശ്രീനിവാസൻ ആ ഗ്രാമീണത തന്നെ അവസാനം വരെയും തൻ്റെ കഥാപാത്രങ്ങളിലൂടെയും തൻ്റെ അഭിനയത്തിലൂടെയും നിലനിർത്തി. എന്നാൽ അതേ ഗ്രാമീണതയെ തന്നെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. അടയാറിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം അഭിനയം പഠിച്ചിരുന്നു. അതിനുശേഷം പി എ ബക്കറിൻ്റെ സംഘഗാനത്തിലും മണിമുഴക്കത്തിലും കെ ജി ജോർജിൻ്റെയും അരവിന്ദൻ്റെയും ടി വി ചന്ദ്രൻ്റെയും കെ ആർ മോഹനൻ്റെയും അടക്കമുള്ള സിനിമകളിലെല്ലാം അഭിനയിച്ച, അതിനോടെല്ലാം സഹകരിച്ച ശ്രീനിവാസൻ വളരെ ജനപ്രിയമായ നർമ്മവും അതുപോലെ തന്നെ കാരിക്കേച്ചറുകളും സൃഷ്ടിച്ചുകൊണ്ട് തൻ്റേതായ കഥാപാത്രങ്ങളെ മലയാളിയുടെ നർമ്മബോധത്തിലും അവരുടെ സിനിമാസ്വാദനത്തിലും എന്നേക്കുമായി ശാശ്വതമായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പല കഥാപാത്രങ്ങളും എത്രയോ കാലം ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാകും. സന്ദേശത്തിലെ പ്രഭാകരൻ, ശ്രീനിവാസനെ അവതരിപ്പിച്ച പ്രഭാകരൻ, ശങ്കരാടിയെ അവതരിപ്പിക്കുന്ന കുമാരപിള്ള, ഇവരെല്ലാം തന്നെ കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് തോൽവി ഉപ്പ്, ഉദാഹരണത്തിന് ഈ അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായി. ഈ ഇടതുപക്ഷത്തിനുള്ള പരാജയത്തിൻ്റെ കാരണത്തിൽ അതിൻ്റെ LDF കൺവീനറോ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തുമ്പോൾ ആ വിശകലനത്തെ മലയാളികൾ കാണുന്നത് അല്ലെങ്കിൽ വായിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അതിനെ മറ്റൊരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ശങ്കരാടിയുടെ അല്ലെങ്കിൽ കുമാരപിള്ളയുടെ വാക്കുകളിലൂടെയാവും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭാവിച്ചത്. അതാണ് സംഭവിച്ചത്. ഉടനെ പാർട്ടി ക്ലാസ്സിലിരിക്കുന്ന ഉത്തമൻ എണീറ്റ് മനസ്സിലായില്ല. അതായത് അപ്പോൾ കുമാരപിള്ളയുടെ മറുപടിയാണ്, അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല. ഉടനെ ഉത്തമൻ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ഉടനെ പ്രഭാകരൻ, ശ്രീനിവാസൻ്റെ പ്രഭാകരൻ എണീറ്റ്, കുമാരപിള്ള സാറ് നമ്മുടെ ബുദ്ധിജീവിയാണ്, ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഇതാക്കുകയാണ്. ഇതേ സിനിമയിൽ തന്നെയാണ് പോളണ്ടിനെ കുറിച്ചൊന്നും സംസാരിക്കരുത് എന്നെല്ലാം വരുന്നത്. ഇതിനെ സംബന്ധിച്ചെല്ലാമുള്ള വിമർശനങ്ങളും അതിൻ്റെ സൂക്ഷ്മാവലോകനങ്ങളും ഞാനടക്കമുള്ള ഇടതുപക്ഷ വിമർശകരും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനടക്കമുള്ളവരും അതുപോലെ തന്നെ മറ്റ് വലതുപക്ഷത്ത് നിൽക്കുന്ന പലരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള സന്തോഷത്തെ തന്നെ കുറച്ച് പുറത്തെടുത്തും കുറച്ചുള്ളിൽ വെച്ചുകൊണ്ടും ശ്രീനിവാസൻ്റെ മരണത്തെ അവർ രേഖപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതേ അളവിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതിൻ്റെ 50%, 25% അളവിൽ തന്നെ ശ്രീനിവാസൻ കോൺഗ്രസിനെയും കളിയാക്കുന്നുണ്ട്. നാരിയൽ കാ പാനി എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന AICCയുടെ പ്രതിനിധി, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കളിയാക്കുന്നുണ്ട്. മുസ്ലിം ലീഗുകാർ ബിരിയാണിക്ക് പിന്നാലെ പോകുന്നവരാണ് എന്നെല്ലാം കളിയാക്കുന്നുണ്ട്.
എന്തുകൊണ്ട് അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല? കാരണം അത്തരത്തിലുള്ള പരിഹാസങ്ങൾ ജനാധിപത്യപരമായി ഏറ്റെടുക്കുന്നതിനോ അതിൽ ആഹ്ലാദം കൊള്ളുന്നതിനോ കേരളത്തിലെ സാമാന്യ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിസ്മരിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്രീനിവാസൻ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കണം എന്ന വിഷയത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. സത്യത്തിൽ നമ്മളുടെ സാമാന്യബോധത്തിലുള്ള പല കാര്യങ്ങൾ, ഈ സാമാന്യബോധത്തിലുള്ള പല കാര്യങ്ങൾ തൻ്റേതായ പ്രതിഭയിലൂടെ, തൻ്റെ ശരീരത്തിൻ്റെയും സംസാര രീതിയുടെയും അതുപോലെ തന്നെ കഥാപാത്ര രൂപത്തിൻ്റെയും എല്ലാം പ്രത്യേകതകളിലൂടെ രേഖപ്പെടുത്തുകയാണ് ശ്രീനിവാസൻ ചെയ്യുന്നത്. ആ രേഖപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളെന്താണ് ഉൾക്കൊണ്ടത്, നമ്മളെന്താണ് ബാക്കി നിർത്തുന്നത് എന്നതാണ് എപ്പോഴത്തെയും പ്രശ്നം. ഇപ്പോൾ തളത്തിൽ ദിനേശൻ, വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ ഒരു പൈങ്കിളി വാരികയിലെ മനഃശാസ്ത്ര പങ്ക്തിയിൽ കത്തെഴുതി ചോദിക്കുകയാണ്. തളത്തിൽ ദിനേശൻ്റെ ചോദ്യമാണ്: ഞാനൊരു നഗ്നസത്യം തുറന്നു പറയട്ടെ, ഞാനൊരു സുന്ദരനേയല്ല, കറുത്തിട്ടാണ്, ഉയരവും വളരെ കമ്മിയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ മനഃശാസ്ത്രപരമായൊരു നീക്കത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ കഴിയൂ. എനിക്ക് അർഹതയില്ലാത്ത പെൺകുട്ടിയെയാണ് കെട്ടാൻ പോകുന്നതെന്ന ചിന്ത എന്നെ അലട്ടുന്നു. ഉയരം വയ്ക്കാൻ വല്ല വിദ്യകളുമുണ്ടോ? സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്? വീക്കോ ടർമറിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കുമോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏത് സിനിമയ്ക്ക് പോയാലും, ക്യൂബിലായാലും UFOയിലായാലും തിയേറ്ററിൽ ഈ വീക്കോ ടർമറിക്കും പിന്നെ വീക്കോ വജ്രതന്തിയുടെ പരസ്യവുമാണ് എപ്പോഴും വരുന്നത്. സത്യത്തിൽ നമ്മൾ വടക്ക് നോക്കി യന്ത്രമാണ് അപ്പോൾ ഓർമ്മിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാമാന്യബോധത്തിലുള്ള അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ സുപ്രധാന ഘടകങ്ങളായിട്ടുള്ള പല കാര്യങ്ങളെയും തൻ്റെ ശരീരത്തെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ ഘടനയെ അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിരന്തരം പരിഹാസ്യമാക്കി തീർക്കുന്ന ഒരു പ്രതിഭാ വ്യക്തിത്വം, അത് പല രീതിയിൽ അതിനെ നമ്മൾ വായിച്ചെടുക്കാം. ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഉദയഭാനു എന്ന കഥാപാത്രവും അദ്ദേഹം സംവിധായകനാകാൻ ആഗ്രഹിക്കുന്നു. അതിനിപ്പുറത്ത് ശ്രീനിവാസൻ്റെ രാജപ്പൻ എന്ന സൂപ്പർ സ്റ്റാർ, അഭിനയത്തിനുള്ള കഴിവില്ലാത്ത, അദ്ദേഹത്തിന് ജഗതിയാണ് അഭിനയം പഠിപ്പിക്കുന്നത്, അഭിനയത്തിന് കഴിവില്ലാത്ത ശ്രീനിവാസൻ്റെ കഥാപാത്രം. സത്യത്തിൽ സൂപ്പർ താരങ്ങൾ ചെയ്യുന്ന, മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, കാരണം അത് പറയുമ്പോഴാണ് കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്തൊരു പ്രധാന ആയിരുന്നു ശ്രീനിവാസൻ. അപ്പോൾ ഇവരുടെ ഈ സൂപ്പർ താരങ്ങളുടെ ചെയ്തികളെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ തന്നെ ഒരു ഭാഗത്ത് വാണിജ്യവൽക്കരിക്കുന്നതിനോ അല്ലെങ്കിൽ നായകത്വത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ വേഷത്തെ തന്നിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള വളരെ സവിശേഷമായ ഒരു സമ്പ്രദായം തന്നെ ശ്രീനിവാസൻ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾക്ക് ഓർമ്മിച്ചെടുക്കേണ്ട നമ്മളുടെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്, അതിൽ നിന്ന് നമ്മൾ എന്ത് ഉൾക്കൊള്ളുന്നു എന്നത് വായനയുടെ മറ്റൊരു പ്രശ്നമാണ്, കാഴ്ചപ്പാടിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ആ പ്രശ്നം അവിടെ ഉണ്ടായിരിക്കെ തന്നെ തൻ്റേതായ പ്രതിഭയിലൂടെ, അഭിനയത്തിൻ്റെയും തിരക്കഥ എഴുതുകളുടെയും അതുപോലെ തന്നെ രണ്ട് ചിത്രം തന്നെയാണ് സംവിധാനം ചെയ്തിട്ട് വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും, ഈ 2 ചിത്രങ്ങളിലൂടെയും ഒക്കെ മലയാളിയുടെ മനസ്സിൽ, കേരളീയരുടെ മനസ്സിൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി ഡയസ്പോറയുടെ മുഴുവൻ മലയാളികളുടെയും മനസ്സിൽ നമ്മളുടെ കാലത്തെ, അതിൻ്റെ മാറ്റങ്ങളെ ഒക്കെ തന്നെ പരിഹാസ്യമായ രീതിയിലും അതുപോലെ തന്നെ പരിഹാസ്യമായ രീതിയിൽ തന്നെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ കലാകാരന് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.